ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവച്ചിക്ക് 5th മന്ത് വാക്സിനേഷൻ ആയിട്ടെന്ന്. അപ്പോൾ എന്താ പറയുക, പോകാൻ വേണ്ടിയിട്ട് റെഡി നിൽക്കണം. വാവച്ചി കഴിഞ്ഞ ആഴ്ച എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയി ഗൈസ്, മറന്നിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അവർ വിളിച്ച സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ വാവച്ചി ടെൻഷനായിട്ട് വാവച്ചി പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് വീക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ എണീറ്റ് എല്ലാം സെറ്റായി. ചിങ്കുടു ഹായ് പറ, ഹായ് പറ, ഹായ് പറ. നാണം വരും, എന്തെങ്കിലും പറഞ്ഞതിന് നാണം വരും. അപ്പോൾ വാവച്ചി ബാത്റൂം പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂം പോയി വന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങുക. ഫസ്റ്റ് കഴിക്കണം. ഫുഡ് വന്നിട്ടില്ല. ഇന്നലെ ഞങ്ങളിപ്പോൾ കണ്ടിന്യൂ വീട്ടിൽ തന്നെയാണ് കഴിക്കുന്നത്. ഇടയിൽ ഫുള്ള് പുറത്ത് തന്നെ ആയിരുന്നു. അപ്പം മാവും കയ്യിൽ ഓടിച്ച് പൊളിച്ച് പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കണം. അപ്പോൾ ഇതാ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഒരാൾ രാവിലെ എണീച്ചപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിട്ടിരിക്കണം. വേണ്ട നമുക്ക് അടുത്ത ആഴ്ച എടുക്കാമെന്ന് ഒരാൾ. ഈ മെയിനായിട്ടുള്ളൊരു സംഭവം പേടി പറഞ്ഞ ഈ ഇഞ്ചക്ഷനാണ് അല്ലേ. ബാക്കി പിന്നെ കുഴപ്പമില്ല അല്ലേ അവേ? അല്ല അതല്ല അവേ, അതല്ലാണ്ട് മെയിൻ ഇഞ്ചക്ഷൻ നല്ല പേടിയാണ്. ഈ ബ്ലഡ് എടുക്കുക അല്ലേ. തമിഴ്നാട് അല്ലേ, അവിടെ വന്നിട്ട് കുറച്ച് വലിയ സൂചികളായിരിക്കും. അപ്പോൾ അത് കുറച്ച് പേടി കൂടുതലാണ് വെച്ചത്. എന്താണ് എൻ്റെ അടുത്ത് ഇഡ്ഡലി വേണം കൊണ്ട് നടക്കുന്നത്. ഇന്നലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നു ഗൈസ് മാവ്. അപ്പോൾ അതുകൊണ്ട് പുളിച്ചു പോയി. അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയേണ്ട സമയം. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും പുറത്ത് പോകണല്ലോ, അപ്പോൾ അങ്ങനെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവേ ഇറങ്ങ. കുട്ടിക്ക് എന്താണ് വേണ്ടി? എന്ത് വേണോ? പിന്നെ എന്ത് വേണം പറ. എന്ത് വേണോ? ഇഡ്ഡലി വേണോ? എത്ര വേണോ? 2 ഇഡ്ഡലി വേണോ കുട്ടിക്ക്? ഓക്കേ. നാടൻ വന്നു. പോവാ. ഇവിടെ വിശന്നിട്ടിരിക്കുമ്പോ ഗൈസ് ഒരാളിനെ മേടിക്കുമ്പോ കണ്ടല്ലേ, ഇത്ര നല്ല വലുതായിപ്പോവേ. കറക്റ്റ് അവളെ പോലെ തന്നെ ആയില്ലേ. കണ്ടിപ്പോ കളിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇവളെ കൂട്ടിലാക്കുക, ഇറങ്ങാം. അമ്മ വരുന്നതും കാത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആ കണ്ണാടി കൂടെ കാണണ്ടോ വെച്ചില്ലേ, അത് നോക്കിയിട്ട് ഇരിക്കുന്നു പണിയിട്ടാ. ചിങ്ങടെ അമ്മയോടെ എവിടെ? അവിടെ എന്താ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. വന്നതിനൊരു അംഗമുണ്ട്, കാണിച്ചു തരാട്ടാ. ചിങ്ങന്റെ ഭാഷയിൽ എന്തൊക്കെയാ പറയണേ. ഇനി ഇവിടുന്ന് എന്തോ ഭാഗ്യം കുഴപ്പമില്ല അല്ലേ. അല്ലെങ്കിൽ ഇവിടുന്ന് മാറും കണ്ടാ. അതുപോലെ ഞാനില്ലേ കടയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ കയറുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് മാറി കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണം. പേന തരാട്ടാ. പേന കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രസ്സിൽ വരയ്ക്കാനായിട്ട് മേടിച്ച് വെച്ചാണ്. ഡ്രസ്സിലുള്ളതൊക്കെ വരച്ച് വെക്കാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റിയില്ലേ? ഫോണോ ഇതോണാക്കിയ ഫോട്ടോ ഒന്ന്. സമയം 11 മണിയായി. അപ്പോൾ നൂൽപുട്ടും ദോശയും മറ്റേ പൊറാട്ടയും ഉള്ളു. ഞാൻ വായിച്ച് ദോശ പറഞ്ഞു, ചിങ്ങനൊരു നൂൽപുട്ട് പറഞ്ഞു. നൂൽപുട്ട് പറഞ്ഞാൽ പഞ്ചസാരയൊന്നുമില്ല, കഴിക്കാൻ പാടില്ല. എന്നാലും ആൾക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ടാ കുറച്ച്. അല്ലാട്ടാ, ഞാൻ കുട്ടിക്ക് കൊടുത്തിട്ട് ഏകദേശം ആയിട്ട് കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ചിങ്ങട് കഴിക്കില്ല. കഴിച്ചോ? ഒരാൾക്ക് ഫുഡ് വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദോശ. സാമ്പാർ കഴിക്കണല്ലേ? കഴിച്ചോ? ഞാൻ ചിങ്ങൂരിന് കൊടുത്ത് കുറച്ചായിട്ട് കഴിക്കുള്ളൂ. ചിങ്ങൂട് കഴിക്കില്ല. സാമ്പാറും ദോശയും. ഇതൊരാൾ തുടങ്ങിയിട്ടാ. ചിങ്ങൂട് അത്രയായി കഴിച്ചിട്ട്. എനിക്കും ദോശ കൊണ്ടും കഴിച്ചിട്ടുണ്ട്. കഴിക്കാൻ തുടങ്ങണമല്ലോ. വെള്ളം കുടിച്ചോ? ഗൈസ്, ഒരാൾക്ക് എന്താണ് വാക്സിനൊക്കെ എടുത്തുട്ടാ. കുഞ്ഞോ, അമ്മൻ്റെ എവിടെ സൂചി കുത്തി? അമ്മൻ്റെ എവിടെ സൂചി കുത്തിയടാ? അമ്മൻ്റെ എവിടെ സൂചി കുത്തി? കയ്യിൽ കാണിച്ചു കൊടുക്ക്. എവിടെ കുത്തി? എന്താ നല്ല കടച്ചിലല്ലേ?
വാവിച്ച് എന്തോ സഹിച്ചു പിടിച്ചിരുന്നു. ഞാൻ ചിങ്കിടു ആണെങ്കിലേ ചിങ്കുവിന്റെ വാക്സിൻ എടുത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് അവിടെ കയറി പോകുമ്പോൾ കരയണം. അപ്പൊ ഞങ്ങള് അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റാക്കി ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് സൂചി കുത്തണം എന്ന് പറഞ്ഞു കുട്ടീനെ ഇതാക്കിയിട്ട് ഉള്ളി കയറ്റി. എല്ലാ കുട്ടികളും ആ പുറത്തിറങ്ങിയിട്ട് ആള് ചിരിക്കണു. പക്ഷെ ചിങ്കുവിന് കുറച്ച് സെറ്റായി ഹോസ്പിറ്റലിൽ കയറുന്നത്. അങ്ങനെ കുറച്ചായി റെഡിയാക്കി എടുക്കണം. ചിങ്കുടു അതെനിക്ക് തോന്നുന്നു നമ്മള് എവിടെ പോകുമ്പോഴും ചിങ്കുടുവിനെ അമ്മന്റെ അടുത്ത് ആക്കി. പിന്നെ ഹോസ്പിറ്റലിൽ അതിന് ശേഷം കൊണ്ടുപോകാറില്ലല്ലോ, അതുകൊണ്ടാണ് കൊണ്ടുപോയി സെറ്റ് ആക്കണം. ചിങ്കുടു ഇതാ അമ്മനെ അവിടെ സൂചി കുത്തി, അമ്മനെ സൂചി കുത്തി. ആ ഇവിടെ കയ്യില് കാണിച്ചിരുന്നു. അവിടെ അതാ അവിടെ കുത്തിയത്. ചിരിക്കുന്നു. ഗൈസ് അപ്പൊ ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടല്ലേ, വാവച്ചിക്ക് പല്ലൊന്ന് കാണിക്കാൻ പോണം. അതായത് പുതിയ പല്ല് വന്നു. പക്ഷെ എന്തോ പറയും അത് വന്നിട്ട് പോടായി മൊത്തം. അതെന്താന്നറിയില്ല, അത് തന്നെ പൊടിഞ്ഞതായി പോയി, പുതിയത് വന്നത്. അപ്പൊ എന്തായാലും വാവച്ചിക്ക് പെയിൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് അവിടെയും കൂടി പോയി കാണിച്ചിട്ട് നമുക്ക് പിന്നെ നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞല്ലോ പോവാ. ക്ലിനിക്കിൽ എത്തിയിട്ടാ ഞാൻ അടുത്ത്. ഇനിയിപ്പോൾ ഇതെന്താ പറയാന്നറിയില്ല. സിംഗിടോ നമ്മളൊരാൾ കുഴപ്പമില്ല, കയറി സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ചെറിയ അരച്ചിലൊന്നുമില്ല. ഇപ്പം ശരിയായി. അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ ശരി. ആ അമ്മയ്ക്ക് പറയുമ്പോഴാണ് ഓക്കെ ആവുന്നത്. അപ്പോൾ തിരക്കുണ്ട് തോന്നുന്നു ഡോക്ടർ ഉള്ളിലാണ്. അപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താണെന്നറിയില്ല. അപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ് ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ ചിങ്ങോട് ഉത്തരന്ന ഉള്ളിലായിരുന്നു. അപ്പോൾ ഡോക്ടറോട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായിച്ച് ഇറങ്ങിയിട്ട് എന്താ അവസ്ഥ നോക്കാട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കിടക്കാം. അമ്മനെ കണ്ടേ കൊണ്ട് പോവാണ്. ഉള്ളി പോണേ, അമ്മേൻ്റെ അടുത്ത് പോവാ, ബാബേൻ്റെ അടുത്ത് പോവാ, ബാബേൻ്റെ അടുത്ത് പോവാ. അവിടെ ചെയ്യണത് കാണിച്ചു കൊടുത്തപ്പോൾ അതാണ് വേണ്ടത്. കുഴപ്പമില്ല, ചെയ്തിട്ട് എന്താ അവസ്ഥ നോക്കാം. താഴത്തേറ്റവും ലാസ്റ്റ് ഇപ്പം അപ്പം അതുകൊണ്ട് ചെറിയൊരു ടാസ്ക് ഉണ്ട്, വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ഇപ്പം സംസാരിക്കാൻ പറ്റില്ല അല്ലേ? ആ പനി വെച്ചിട്ടുണ്ട് അല്ലേ? വായിച്ചിന് നോക്കിയായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ എന്താണ് അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ വായിച്ച് ഇതപ്പോൾ ഫോണിലാട്ടോ വായിച്ചിന് എന്താണെന്ന അവസ്ഥ പറഞ്ഞുതരാം. വരുന്ന വഴി ഇതാ ഒരാൾ പണി പറ്റിച്ചിട്ടിരിക്കുന്നു ഗൈസ്. അപ്പീട്ടിട്ടിരിക്കുന്നത്. അപ്പീട്ട് വരാ ഉറക്കവും വന്നു ആൾക്ക് നന്നായിട്ട്. ആ അപ്പീട്ടൂന്ന് ഉറക്കവും വന്നിട്ടുണ്ട്. അപ്പം ഇനി ചിലപ്പോൾ കുട്ടി അങ്ങനെ ഉറങ്ങും. ഏകദേശം ഉച്ചയായി ഇവിടെ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത്. ഒരാൾ അപ്പിയൊക്കെ ഇട്ടിട്ട് ശരിക്കും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കൂലേ. പുറത്തു പോയ സമയത്ത് നമുക്ക് ഇന്ന് 2 ഇതുണ്ടായിരുന്നു. പല്ല് മറ്റേ കാണിക്കണമായിരുന്നു, അതുപോലെ തന്നെ വാക്സിൻ എടുക്കണമല്ലോ. അപ്പൊ 2 അവിടെ പോണത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് വീട്ടിൽ പോലെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എന്നും അമ്മേൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് പോകാറില്ല. അപ്പൊ അവിടെ നമുക്ക് ഫുഡ് കറക്റ്റായി കൊടുക്കുമല്ലോ. അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലും അല്ല, ഉറങ്ങേണ്ട ടൈമാണ്, 1:30 ഉറങ്ങേണ്ട ടൈമാണ്. അപ്പോൾ ഇതാ പഴം കഴിച്ച് ഇനി വെള്ളം വെച്ചിട്ട് ചുടുവെള്ളം വെച്ചിട്ട്. ഇപ്പോൾ ഒന്നും മഴയൊക്കെ നല്ല തണുപ്പാണ്. ആള് തണുത്ത വെള്ളത്തിൽ കഴിക്കുന്ന നില വിളിക്കും. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ചൂടാകുമ്പോൾ കുറച്ച് പഴം കഴിച്ച് ചിലപ്പോൾ ആളങ്ങനെ ഉറങ്ങില്ല. എന്താണ് പല്ലിൻ്റെ അവസ്ഥ? സൂപ്പർ അവസ്ഥ. എന്താ പറയാ, ചെയ്യാത്ത കുട്ടി ഇത്ര വേദനയുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഡോക്ടർ എന്താണ് അടച്ചില്ലേ പല്ല് അടച്ചിട്ടുണ്ട്. പക്ഷേ മൂപ്പര് 50-50 പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ശരിയാവാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറിക്കാൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറ്റില്ല. കാരണം ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കണത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം നമുക്ക് അടച്ചു നോക്കാം. എന്നിട്ട് ചാൻസ് ഏത് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നോക്കാമെന്ന് പറഞ്ഞില്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എന്താണ് അതിൻ്റെ പേര്, റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ റൂട്ട് കനാൽ ആകുമ്പോൾ റൂട്ട് കനാൽ ഫസ്റ്റ് സ്റ്റേജ് ചെയ്തിട്ട് പിന്നെ ഡെലിവറിക്ക് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ആവശ്യിക്കുന്ന വാക്സിൻ്റെ ഇത് പല്ലിൻ്റെ വേദന ഒന്ന് കൂടിയ സമയത്ത് വാക്സിൻ്റെ അടിച്ചതിൻ്റെ ഒരു ഇത് കുറഞ്ഞു അല്ലേ. ഇതിൽ കോൺസെൻട്രേഷൻ വന്നപ്പോൾ അത് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയമായി. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. ആവശ്യമാണെങ്കിൽ പെയിന് കൂടി ഇപ്പോൾ, അതായത് ഇളക്കിയ സമയത്ത് പെയിൻ ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കണം, നോക്കിയിട്ട് പെയിൻ ഇനിയിപ്പോൾ നിൽക്കണില്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ തന്നെ പോയിട്ട് റൂട്ട് കനാലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. വേറെ വഴിയില്ല. അതെന്താ ഒന്നാമത് വാങ്ങിച്ചിട്ട് ഡെലിവറി കഴിയുന്നവർ എന്തായാലും ഒന്നാമത് ഇരിക്കാൻ പറ്റില്ല. കാരണം നരമ്പിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ വേദന നിൽക്കില്ല, നല്ല പെയിനാണ്. എനിക്ക് ഇതേപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്കാനിങ് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ സ്കാനിങ് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കാൻ പറ്റില്ല.
പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്തിനാ വന്നത് എനിക്കറിയില്ല. ഇങ്ങനെ ഇങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് വരാതിരുന്നോടെ. അതെ, പക്ഷെ അതെന്താന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ കൊണ്ടുപോയി കാണിക്കേണ്ടി ഒരു വേദന ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്ത് പറഞ്ഞ ആ ഗായ്സ്, അതായത് വണ്ടി അവിടെ ചരിഞ്ഞു വീണു, അതിന് വണ്ടി ചത്തുന്ന്. എണിപ്പിക്ക്, എണിക്കാൻ പറ. പോയാ? അയ്യോ, എന്ത് ചെയ്യും. ഇപ്പൊ നമ്മൾ പറയുന്നതിന്റെ ഒപ്പത്തിനൊപ്പം എല്ലാം സംസാരിക്കാൻ തുടങ്ങിയില്ലോ. അവ ഇപ്പൊ എല്ലാം പറയും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചത്തുപോയി കൊണ്ട് പറയും. ചത്തടാ, അയ്യോ വണ്ടി ചത്തുപോയതാ. ആ നോക്കട്ടെ ഗൈസ്. ഹായ്, ഗൈസ്, അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വാവച്ചിൻ്റെ എന്താ അവസ്ഥ നോക്കാം. ഇന്നൊരു ദിവസം നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഒന്നുകൂടെ പോയിട്ട് അടച്ചൊക്കെ എടുത്തിട്ട് റൂട്ട് കനാലെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വഴിയുള്ളൂ. അല്ലാതെ വേദന എന്തായാലും ഡെലിവറി കഴിഞ്ഞൊന്നും സഹിച്ചിരിക്കാൻ പറ്റില്ല. നരമ്പി തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്.